പൂക്കോട് വെറ്ററിനറി സർവകലാശാലയിലെ വിദ്യാർത്ഥി സിദ്ധാർത്ഥന്റെ ദുരൂഹ മരണത്തിൽ CBIക്ക് രേഖകൾ കൈമാറി. കേന്ദ്ര സർക്കാരിനും CBI ഡയറക്ടർക്കും പെർഫോമ റിപ്പോർട്ടും കൈമാറി. അതേസമയം റിപ്പോർട്ട് കൈമാറാൻ വൈകിയതിൽ മുഖ്യമന്ത്രി ആഭ്യന്തര വകുപ്പിനോട് വിശദീകരണം തേടി. വൈകിയതിന് ഉത്തരവാദി ആരെന്ന് കണ്ടെത്തണം എന്നും ആവശ്യപ്പെട്ടു. വിവരങ്ങളുമായി ടിൻഡു ദാസ് ചേർന്നുണ്ട്. ടിൻഡു, എന്തായാലും സംസ്ഥാന സർക്കാരിന്റെ ഇടപെടൽ ഉണ്ടായിരിക്കുന്നു. സിദ്ധാർത്ഥന്റെ അച്ഛൻ പ്രതിഷേധവുമായി രംഗത്തെത്തിയ സാഹചര്യമുണ്ടായിരുന്നു. എന്തായാലും ദുരൂഹ മരണത്തിൽ CBIക്ക് സംസ്ഥാന സർക്കാർ ഇടപെട്ട് രേഖകൾ കൈമാറി എന്നറിയാൻ സാധിക്കുന്നുണ്ടല്ലോ. എന്തൊക്കെയാണ് വിവരങ്ങൾ? ലക്ഷ്മി, പൂക്കോട് വെറ്റിനറി സർവകലാശാലയിലെ വിദ്യാർത്ഥി സിദ്ധാർത്ഥന്റെ ദുരൂഹമരണം CBIക്ക് വിട്ടുകൊണ്ട് വിജ്ഞാപനം ഇറക്കിയിട്ടും നടപടി സ്വീകരിക്കാത്തതിൽ, അതോടൊപ്പം തന്നെ മറ്റ് വിവരങ്ങൾ കേരള പോലീസ് കൈമാറാത്തതിലും പ്രതിഷേധങ്ങളും ശക്തമായിരുന്നു. കഴിഞ്ഞ ദിവസം സിദ്ധാർത്ഥന്റെ അച്ഛൻ കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖറുമായി നേരിട്ട് സംസാരിച്ചിരുന്നു. അതോടൊപ്പം തന്നെ ഇന്ന് രാവിലെ പ്രതിപക്ഷ നേതാവൊക്കെ സംസാരിച്ചതിനു ശേഷം മുഖ്യമന്ത്രിക്കെതിരെ ശക്തമായിട്ടൊക്കെയാണ് പ്രതിഷേധം അറിയിച്ചത്. ഇതിനൊടുവിലാണ്, വാർത്തകൾക്ക് ഒടുവിലാണ് ഇപ്പോൾ കേരള സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഒരു ഇടപെടൽ ഉണ്ടായിട്ടുള്ളത്. ഈ സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട പെർഫോമ റിപ്പോർട്ട് CBI ഡയറക്ടർക്ക് കൈമാറിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കേണ്ടത്. അതോടൊപ്പം തന്നെ ഈ CBIക്ക് റിപ്പോർട്ട് കൈമാറാൻ വൈകിയതിൽ ആരാണ് ഉത്തരവാദിയെന്നും, അതോടൊപ്പം തന്നെ എന്തുകൊണ്ട് വൈകിയെന്നും തുടങ്ങിയ കാര്യങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് മുഖ്യമന്ത്രി ആഭ്യന്തര വകുപ്പിനോട് റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. എന്ത് കാരണത്താലാണ് ഇത്രയും സമയം റിപ്പോർട്ട് കൈമാറാൻ വൈകിയത് തുടങ്ങിയ കാര്യങ്ങളാണ് മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടിട്ടുള്ളത്. എന്തായാലും പ്രതിഷേധങ്ങൾക്കൊടുവിൽ ഇപ്പോൾ സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട CBI അന്വേഷിക്കുന്നതിനായിട്ടുള്ള രേഖകളെല്ലാം ആഭ്യന്തര വകുപ്പ് കൈമാറിയിട്ടുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. ഒരുപക്ഷെ ഈ കേസിലുടനീളം സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത്, അല്ലെങ്കിൽ സംസ്ഥാന ആഭ്യന്തര വകുപ്പിന്റെ ഭാഗത്തു നിന്നും ഒരു നല്ല രീതിയിലുള്ള ഇടപെടൽ ഉണ്ടായിട്ടില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. ഒരുപക്ഷെ വിജ്ഞാപനം ഇറക്കി ഒരാഴ്ചകൾ പിന്നിട്ടിട്ട് പോലും രേഖകൾ കൈമാറാത്തത് കടുത്ത അനാസ്ഥ തന്നെയാണ്. ഈ അനാസ്ഥയ്ക്ക് കാരണക്കാരെ കണ്ടെത്താനാണ് ഇപ്പോൾ മുഖ്യമന്ത്രി നിർദ്ദേശം നൽകിയിട്ടുള്ളത്. ലക്ഷ്മി, ടിൻഡു ആണ് വിവരങ്ങൾ.